ഇന്നിപ്പോൾ മക്കളെ ഒരുക്കുന്ന പരിപാടി അമൃതയ്ക്കായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഫുഡ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി. കുറച്ച് ചിപ്സും നഗറ്റ്സും ആണ് പിള്ളേർക്ക് കൊടുത്തു വിടുന്നത്. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ടേ ഓക്കെ നീനോട്ടാ ദേ വെക്കുക. സമയായി ഒരു 9:30 അപ്പയ്ക്ക് എന്താ നീനോ ഞാൻ ഒരു ഉമ്മാടാ. അയ്യോ പോയി. രാവിലെ ആയിട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ പാവം തോന്നും. എന്താ ചെയ്യാൻ, ജോലിയുടെ പ്രശ്നമുള്ളതുകൊണ്ട്. രാവിലെ ആയിട്ടുള്ള പണിയാണ് ഇത്. കുറച്ച് ചിപ്സും നഗറ്റ്സും ആണ് പിള്ളേർക്ക് കൊടുത്തു വിടുന്നത്. മറ്റേ എയർ ഫ്രൈഡിലേക്ക് സെറ്റ് ചെയ്യണു. ഇപ്പോൾ ഞങ്ങൾ നഗറ്റ്സ് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ചിപ്സ് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കണു. ഇതൊക്കെയാണ് പിള്ളേരുടെ ഭക്ഷണം. കുറച്ച് കെച്ചപ്പ് വരണമല്ലോ. ആണ് മക്കളുടെ ഫ്രൂട്ട്സ്. കുക്കുംബറുണ്ട്, മുന്തിരിങ്ങയുണ്ട്, കിവിയുണ്ട്. ഏതെങ്കിലും കഴിച്ചിട്ട് ഇതിൻ്റെ ഒരു 3/4 ഭാഗവും ബാലൻസ് വരും. ഇവിടെ കൊണ്ടുവരും. എന്ത് ചെയ്യാൻ, ഏതെങ്കിലും കഴിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് 3-4 ഐറ്റം കൊടുക്കും. മക്കളുടെ ഫ്രൂട്ട്സും ഉണ്ട്, ബാഗിൽ വെച്ചേക്കാം. പേരെഴുതി വെക്കണമല്ലോ. പേരെഴുതി അതാത് ബാഗിൽ അതാത് ആളുടെയാണ് എടുത്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഇത് പുണ്യയുടെയും പൂജയുടെയും കൂടെ ഉള്ള ടിഫിൻ ബാഗാണ്. ഫ്രൂട്ട്സ് ഇതാരുടെ പേരാ? പൂജ ഇവിടെ ആൻഡ് പുണ്യ ഇവിടെ. ഇങ്ങനെയാണ് കൊടുത്തു വിടുന്നത്. രണ്ടുപേർക്കും ഫോർക്ക് വെച്ചേക്കണു. അതുകൊണ്ട് ഫുഡ് റെഡിയായി. ഇത് മുന്നിന് കൊണ്ടുപോകാനുള്ള ഐറ്റംസാണ്. ഇന്നിപ്പോൾ മക്കളെ ഒരുക്കുന്ന പരിപാടി അമൃതയ്ക്കായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഫുഡ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി. പിള്ളേർ ഏൽക്കുമ്പോൾ ആരൊരുക്കണം എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കും. ഇന്നിപ്പോൾ അമൃതയ്ക്ക് ആ ഡ്യൂട്ടി കിട്ടി. ഞങ്ങൾ രാവിലെ 6 മണിക്ക് കേൾക്കും. തമ്പുരു നേരത്തെ എഴുന്നേൽക്കും. വീണക്കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കും. 8 മണിയാകുമ്പോൾ കൊണ്ടുവരണം. കാരണം ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ പോകാനുണ്ട്. ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. ഇനി എനിക്ക് ഒരുങ്ങണം. ഓക്കെ ബൈ ബൈ. നമുക്കൊണ്ട് റെഡിയായി. നോക്കട്ടാ ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ടേ ഓക്കെ കുഞ്ഞാ ഈനക്കുട്ടാ കമോൺ. ഈനക്കുട്ടാ ഈനൂട്ടാ ദേ വെക്കുക. സമയായി അല്ല ആ മുടി വെട്ടി കളഞ്ഞോണ്ടേ മേളില് രാ വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ പൊന്നമ്മ കയറിയിരിക്കുന്ന സൈഡിൽ അപ്പായുടെ ബൈക്ക് കൊണ്ടുവച്ചേക്കുന്നു. അല്ല പെണ്ണുങ്ങളെ കൊണ്ടുവിട്ടിട്ട് നിങ്ങൾ പോവാണോ? ഞങ്ങളിതേ പോവാണ് സ്കൂളിലേക്ക്. അയ്യോ ഓക്കെ സ്കൂളിലേക്ക് പോവാണെങ്കിൽ ജോലിക്ക് പോകണം. സമയമില്ല. കൂട്ടുകാരെ ഞങ്ങൾ സ്കൂളിലെത്തി. പക്ഷെ അവിടെ കിച്ചൺ തുറന്നിട്ടില്ല. കിച്ചണല്ല, ഡൈനിങ് തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുവാണ്. ആ കണ്ണാണ് കിച്ചൺ. ഇതേ കാണുന്ന കിച്ചൺ ലൈറ്റ് ഇട്ടാണ്. ഇത് ഡൈനിങ്.
ഇതൊരു പ്ലേ ഏരിയ കേട്ടോ. ഇതൊക്കെ കൊണ്ടുവരും, കളിക്കാനൊക്കെ കൊണ്ടുവന്നവർ പറയണു. അല്ലേടാ ഇന്നലെ കൊണ്ടുവന്നില്ലല്ലോ, മഴയായിരുന്നു അല്ലേ? മഴയത്തുള്ളില് ഓക്കെ. ഇവിടെ ഈ അടുത്ത ഈ വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യണതാണ് പിള്ളേരെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിൽ വിടാനായിട്ട്. ഇത് ലൈറ്റ് ഇട്ടു. അപ്പം ഇനി ഞങ്ങൾ പോട്ടെ, മക്കളെ കൊണ്ട് വിട്ടെ. 4 ഉറക്കും, ഇപ്പം തന്നെ ഉറക്കും. എനിക്ക് പാകില്ല. പോട്ടെ പോട്ടെ പൊട്ടി. ഇന്നിവിടെ എന്നായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടണേ? എന്നായിരിക്കും കിട്ടണേ? ഇന്നലെ ഓട്സോ? ഇന്നലെ റൈസ് ക്രിപ്സ് ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന വഴി ആ ടീച്ചർ ചോദിക്കണ കേട്ടായിരുന്നു നിങ്ങളോട്. ആണോ? അത് ഇഷ്ടമല്ലേ? ആ എന്നാ പോട്ടെ. വേറെ ആരാണ്ടൊക്കെ വന്നിരിപ്പുണ്ട്. എന്നാ കയറി ചെല്ലട്ടാ. ഒരു ഉമ്മാരാവും അപ്പയ്ക്ക്. എന്താട്ടാ ഒരു ഉമ്മാടാ. അയ്യോ പോയി. അല്ല ഞാൻ കയറ്റി വയ്ക്കാൻ കയറ്റി വെച്ചിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കയറ്റി വിട്ടു. ഈ രാവിലെ കയറ്റി പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല പൊന്നു, രാവിലെ കയറ്റി പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ പാവം തോന്നും. എന്താ ചെയ്യാൻ, ജോലിയുടെ പ്രശ്നമുള്ളതുകൊണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പോണം. ശരിക്കും പറഞ്ഞ സമയമായി, ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ ഓക്കെ, രാവിലത്തെ പരിപാടി ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ വരെ കാണാം. ബൈ ബൈ.